ഒടുവിൽ മുർഷിദാബാദിൽ ഹിന്ദുക്കളുടെ നേരെ നടന്ന ആക്രമണത്തിൽ മമതാ ബാനർജിയുടെ കുറ്റസമ്മതം വന്നിരിക്കുകയാണ്. നേരത്തെ മമതാ ബാനർജി പറഞ്ഞത് കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിലാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെ ഹൈക്കോടതിയിൽ മമതാ ബാനർജി പറഞ്ഞിരിക്കുകയാണ്, ആക്രമണം നടന്ന ദിവസം മുർഷിദാബാദിൽ 10,000 പേരുടെ ഒരു ജനക്കൂട്ടം തടിച്ചുകൂടി എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. മമതാ ബാനർജി പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്ന് കൃത്യമായി ഹൈക്കോടതി ഇപ്പോൾ മമതാ ബാനർജിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹിന്ദുക്കൾ വഖഫ് ഭൂമിയിലാണ് താമസിക്കുന്നത് എന്ന മമതാ ബാനർജിയുടെ പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ഹിന്ദു വീടുകൾ ആക്രമിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഹിന്ദു വീടുകൾക്ക് പുറത്ത് മഷി പുരട്ടി ആദ്യം അടയാളപ്പെടുത്തും, ഇതാണ് ഹിന്ദു വീട്, ആ വീടുകളാണ് അക്രമകാരികൾ അവിടെ വന്ന് കത്തിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും മമതാ ബാനർജി ഹൈക്കോടതിയിൽ തന്റെ കുറ്റസമ്മതം നടത്തിയതിനു പിന്നാലെ ഇതിനു പിന്നിലും മമതയുടെ കൈകളാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ കേന്ദ്രസേനയുടെ വിന്യാസം തുടരും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിനു പുറമെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് കൽക്കട്ട ഹൈക്കോടതി മമത സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മറുവശത്ത് ആക്രമണം നടന്ന ദിവസം ഏകദേശം 10,000 പേരുടെ ഒരു ജനക്കൂട്ടം തടിച്ചുകൂടിയതായി മമത സമ്മതിച്ചു. പ്രകോപിതരായിട്ടുള്ള ജനക്കൂട്ടം പോലീസ് തോക്കുകൾ പിടിച്ചെടുത്തു എന്നാണ് മമതാ ബാനർജി പറയുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കഴിഞ്ഞ ആഴ്ച പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട ആക്രമണത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ കൽക്കട്ട ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് ഈ വിശദ വിവരങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതിനു പിന്നാലെ എങ്ങനെയാണ് മുർഷിദാബാദിൽ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ മുസ്ലിം ജനക്കൂട്ടം കലാപം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് ശേഷം ബോംബാക്രമണങ്ങളും തീവയ്പ്പുകളും നടത്തുന്നതിന് മുൻകൂട്ടി ഹിന്ദു വീടുകളിൽ കറുത്ത മഷി പുരട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വ്യാഴാഴ്ച, അതായത് ഏപ്രിൽ 17-ാം തീയതി പ്രസിദ്ധീകരിച്ച അടിസ്ഥാന റിപ്പോർട്ട്, അതായത് ഗ്രൗണ്ട് റിപ്പോർട്ടിലാണ് NMF ന്യൂസ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഏത് വീട്ടിലാണ് തീ വയ്ക്കേണ്ടത്, ഏത് വീട്ടിലാണ് ബോംബ് വയ്ക്കേണ്ടത്, ഏത് വീടാണ് കലാപകാരികൾ കയറേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ അവർ ഈ അടയാളങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയുന്നത്. മാധ്യമപ്രവർത്തകനായിട്ടുള്ള പങ്കജ് പ്രസൂണാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കലാപം ആരംഭിക്കുന്നതിന് മുമ്പ് ഹിന്ദു വീടുകളിൽ ഇതുപോലെ അടയാളപ്പെടുത്തിയിരുന്നു. പ്രദേശത്തെ എല്ലാ ഹിന്ദു വീടുകളിലും കറുത്ത മഷി പുരട്ടിയിരുന്നു. കലാപത്തിനിടെ ആ വീടുകൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത്. ബോംബുകൾ എറിയുകയും വീടുകൾ തീയിടുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അക്രമാസക്തരായിട്ടുള്ള ഈ ജനക്കൂട്ടം ഹിന്ദുക്കളുടെ വീടുകൾ മുൻകൂട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നും തിരഞ്ഞുപിടിച്ചവയെ ലക്ഷ്യം വെച്ചതാണെന്നും കണ്ടെത്തി. പ്രാദേശിക ഹിന്ദുക്കളുമായി സംസാരിച്ച മാധ്യമപ്രവർത്തകൻ പങ്കജ് പ്രസൂണാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനു പിന്നാലെ മമതാ ബാനർജിയോട് പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നിയന്ത്രിക്കാനും ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ സേനയുടെ വിന്യാസവും അവിടെ തുടരും. അമിത്ഷായ്ക്കും റിപ്പോർട്ട് പോയിട്ടുണ്ട്. അവിടെ കലാപം നടത്തിയ ആൾക്കാരുടെ പ്രാഥമികമായിട്ടുള്ള പേരുവിവരങ്ങൾ ആഭ്യന്തര വകുപ്പ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.